ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കൂൾ മോർണിംഗ് റുട്ടീനാണ്. കാരണം നമ്മളിത് സ്കൂളിൽ പോകുന്നത് വരെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം രാവിലെ എണ്ണീറ്റ് ഞാൻ എൻ്റെ യൂണിഫോം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഷർട്ട്, പിന്നെ എൻ്റെ മണ്ടയ്ക്കിടാനുള്ള കോട്ട്, പിന്നെ ഒരു പാൻറ്റ്, ഇതൊക്കെയാണ് എൻ്റെ യൂണിഫോം വരുന്നത്. ഞാൻ അതുകൊണ്ട് ഈ നേരത്തെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. കാരണം 7:20 നമുക്ക് ബസ് വരും. ഇതാണ് എൻ്റെ യൂണിഫോം വരുന്നത്. അത് കഴിഞ്ഞ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു കേട്ടോ, നെയ് റോസ്റ്റ് ആയിരുന്നു. അപ്പം നെയ് റോസ്റ്റ് ഉള്ളപ്പോൾ എനിക്കതിന് കറിയൊന്നും വേണമെന്നില്ല, വലുതായിട്ട് കറിയൊന്നും വേണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് സാമ്പാർ പോയി എടുത്തായിരുന്നു കേട്ടോ. അവിടെ സാമ്പാർ ഇരിക്കുന്ന കണ്ടപ്പോൾ പിന്നെ പോയി കുറച്ചെടുത്തു. ഞാൻ പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീഡിയോ എടുക്കുന്നുണ്ടാകുന്നു തോന്നുന്നു. എല്ലാ സമയം പെട്ടെന്ന് പോകുന്ന പോലെയായിരുന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിക്കുകയും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. കാരണം എല്ലാം പെട്ടെന്ന് സമയം പോകുന്നല്ലായിരുന്നു. അത് ഞാൻ ലഞ്ചൊക്കെ എടുത്തു ബാഗിനകത്ത് വെച്ചു. ലഞ്ച് എന്താ വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ലാട്ടോ. എന്താ ലഞ്ച് വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ വാട്ടർ ബോട്ടിലൊക്കെ വെച്ച് ബാഗ് ഓൾ സെറ്റായിരുന്നു. ബാഗിലാകുമ്പോൾ 2 ഓറോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് പിന്നെ ഒരുങ്ങാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എപ്പോഴും വെക്കുന്ന സംഭവമാണ് പൊട്ടില്ലാതെ എനിക്ക് സ്കൂളിൽ പോകാനേ പറ്റില്ല. ഞാൻ എപ്പോഴും പൊട്ട് വെക്കും. അപ്പോൾ ഞാൻ മുടി കെട്ടിയും കേട്ടോ. മുടി ഒന്നായിട്ട് പിന്നിടാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ തേക്കുന്നുണ്ട്. അത് ഞാൻ ഞെക്കി ഉടനെ തന്നെ ചാടിപ്പോയി. അതാണ് എൻ്റെ ഒരു എക്സ്പ്രഷൻ. അത് എൻ്റെ ദേഹത്തൊക്കെ കുറച്ചായി. അതൊക്കെ ഞാൻ കണ്ടോ, ഞാൻ കുറച്ചേ തേക്കാറുള്ളൂ. എനിക്ക് ഇച്ചിരി ഒത്തിരി തേച്ചാൽ കുഴഞ്ഞിരിക്കും കേട്ടോ മുഖം മൊത്തം. അതാ പിന്നെ മുടി പിന്നിയായിരുന്നു. അത് അമ്മ പിന്നി തരും കേട്ടോ. എനിക്ക് തന്നെ പിന്നാലൊന്നും അറിയത്തില്ല, പിന്നെയെല്ലാം പെർഫെക്റ്റ് ആവില്ല. പിന്നെ ഞാൻ സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട്. ബെല്ലാവിറ്റയുടെ സ്പ്രേ ആണ് കേട്ടോ, ഡേറ്റ് വുമൻ്റെ സ്പ്രേ ആണ് കേട്ടോ. അത് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വാച്ച് കെട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാച്ച് കെട്ടാനായിട്ട്. എൻ്റെ പഴയ സ്കൂളിൽ വാച്ച് കെട്ടാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പക്ഷേ ഈ സ്കൂളിൽ വാച്ച് കെട്ടാം കേട്ടോ. അപ്പം മിക്കപ്പോഴും ഞാൻ മറന്നു വാച്ച് കെട്ടാനായിട്ട്. ഇപ്പം അത് കൃത്യമായിട്ട് ഓർത്ത് വാച്ച് കെട്ടി. ഇത് ഇങ്ങനത്തെ വാച്ചാട്ടോ, കാന്തം വരുന്നുണ്ട്, ഇങ്ങനെ വലിച്ചൊക്കെ കെട്ടാം. ഇത് കുറച്ചും കൂടെ എനിക്ക് ഇത്ര വാച്ചാട്ടോ ഇഷ്ടം. വാച്ചൊക്കെ ഞാൻ കെട്ടി അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അത് ഞാൻ എന്തെങ്കിലും ടവലെടുത്ത് പോക്കറ്റ് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് എപ്പോഴും തുമ്മലൊക്കെയാണ് വരുന്നത്. അത് ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളെ. ഞാൻ ഫുള്ളൊന്ന് റെഡിയായ ഔട്ട്ഫിറ്റ്. അത് ഞാൻ ഗേറ്റ് തുറക്കാൻ പോവാട്ടോ. അപ്പം ഞാനത് ചെടിയുടെ ഇടയിൽ കൂടെ നിന്നെടുത്തൊരു ഷോട്ടായിരുന്നു. ഞാൻ ക്രോപ്സ് കേട്ടോ ഇടുന്നത് സ്കൂളിലോട്ട് പോകുമ്പോൾ. ഞാൻ മഴ വലുതായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ക്രോപ്സ് എടുത്തിട്ട്. പക്ഷേ സ്കൂളിൽ ചെന്ന് നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷേ മഴയില്ലാത്തപ്പോഴാണ് ക്രോപ്സ് ഇടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്രോപ്സ് ഇട്ടത്. പക്ഷേ എൻ്റെ മഴ ചതിച്ചു. പിന്നെ എൻ്റെ ഫിറ്റൊക്കെ എടുക്കുന്നുണ്ട്. ഇതേ കണ്ടോ എൻ്റെ യൂണിഫോം. ഞാൻ നേരത്തെ എടുത്തായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് മനസ്സിലാവും. നേരത്തെ എടുത്തപ്പം ചെറുതായിട്ടേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പാൻറ്റിനും ഉണ്ട് കേട്ടോ 2 സൈഡിൽ പോക്കറ്റ്. എന്തിനാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഷൂവിൽ ചെറുതായിട്ട് ചെളിയൊക്കെ ഉണ്ട് കേട്ടോ ക്രോപ്സിൽ. ഇപ്പം തന്നെ വേണ്ട, എൻ്റെ 2 സൈഡിലും പോക്കറ്റൊക്കെ ഉണ്ട്. എന്തിനാണ് 2 സൈഡിലും പോക്കറ്റൊക്കെ വെറുതെ ഇങ്ങനെ പോക്കറ്റൊക്കെ ഇട്ട് കാണിച്ചെന്നുള്ളത് ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പം തന്നെ ഞാൻ ഓഫ് ചെയ്തു. അതിനിടെ ഇനിയിപ്പം എൻ്റെ ബസ് വന്നിട്ട് ഞാൻ കയറി പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. ഇനി ഇങ്ങനത്തെ വീഡിയോസ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിനി സ്കൂളിൽ പോവുകയാണ്. അപ്പം നിങ്ങൾ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ. ബൈ.